ഹലോ ഫ്രണ്ട്സ്, നമ്മൾ ഇന്നിട്ട് റെഡിയാക്കാനായിട്ട് പോകുന്നത് ചെമ്മീൻ കട്ട്ലേറ്റാണ്. വളരെ എളുപ്പത്തിൽ റെഡിയാക്കാൻ പറ്റുന്നൊരു ചെമ്മീൻ കട്ട്ലേറ്റാണ് കേട്ടോ. 1 2 3 എന്ന് പറയുമ്പോഴത്തേക്ക് റെഡിയാവും എന്ന് ഞാൻ പറയുന്നില്ല, ഒരു 5 മിനിറ്റ് എടുക്കും. പക്ഷേ ബാക്കിയുള്ള കട്ട്ലേറ്റിനെ പോലെ ഇതിന് മെനക്കിടണ്ട. ബ്രെഡ് ക്രംസും എഗ്സും ഒന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് ഇതിലേക്ക് ആവശ്യമെന്ന് നോക്കാം. ആദ്യം തന്നെ ചെമ്മീൻ 250 ഗ്രാമാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇനി 2 പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞത്, ഒരു മീഡിയം സൈസ് സവാള ചെറുതായിട്ട് അരിഞ്ഞത്, അടുത്തതായിട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ നമ്മുടെ വീട്ടിൽ പൊടിച്ച ഗരം മസാല, ഇനി ഒരു 1/4 കപ്പ് തേങ്ങ ചിരവിയതും. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചെമ്മീൻ ഇടുക. അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി, ഞാനിവിടെ 2 പച്ചമുളകാണ് ചേർക്കുന്നത്. വലുതാണെങ്കിൽ 1 പച്ചമുളക് മതിയാകും. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർക്കുക. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ പൊടിച്ച ഗരം മസാല, ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് കറിവേപ്പില. ഇതെല്ലാം കൂടി ചേർത്തിട്ട് നമ്മുടെ മിക്സിയിൽ പൾസ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അത് ഉപയോഗിച്ച് ഇങ്ങനെ പതിയെ ഒന്ന് ഒതുക്കിയെടുക്കുക കേട്ടോ. ഇതിലേക്ക് ഇനി തേങ്ങ ചിരവിയതും കൂടി ചേർത്തിട്ട് വീണ്ടും നമുക്ക് മിക്സിയിൽ പൾസ് ചെയ്തെടുക്കാം കേട്ടോ. ഒരുപാട് അങ്ങ് അരഞ്ഞു പോകരുത് കേട്ടോ, അത് പ്രത്യേകം ശ്രദ്ധിക്കണേ. ഇങ്ങനെ ഒരു ടെക്സ്ചർ ആയിരിക്കും നമുക്ക് കിട്ടുക. ഇത് നമ്മുടെ ഇഷ്ടത്തിന് കട്ട്ലേറ്റിൻ്റെ ഷേപ്പിൽ റൗണ്ടോ ഓവലോ സ്ക്വയറോ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് പരത്തിയെടുക്കാം. ഇടയ്ക്ക് കയ്യിൽ വെള്ളം നനച്ചിട്ടൊന്ന് ചെയ്യുവാണെങ്കിൽ നമുക്ക് കയ്യിൽ ഒട്ടിപ്പിടിക്കാണ്ട് ഷേപ്പാക്കി എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നോക്കി, ഞാൻ എല്ലാ കട്ട്ലേറ്റും റൗണ്ട് ഷേപ്പാക്കി എടുക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി വേറൊന്നുമില്ല, ഒരു പാൻ എടുത്ത് അടുപ്പത്തേക്ക് വെക്കുക. പാൻ ചൂടായി കഴിയുമ്പോൾ ഒരു 1/4 കപ്പ് വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലോ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണയിൽ ചെയ്യുന്നതാണ് കേട്ടോ കൂടുതൽ ടേസ്റ്റ്. ഈ കട്ട്ലേറ്റിന് നമുക്ക് കൂടുതൽ എണ്ണ ആവശ്യമില്ല, കാരണം ബാക്കിയുള്ള കട്ട്ലേറ്റ്സിനെ പോലെ നമുക്ക് ഡീപ്പ് ഫ്രൈ അല്ല, ഷാലോ ഫ്രൈ ആണ് കേട്ടോ ചെയ്യുന്നത്. പിന്നെ ഒരു കാര്യം നോട്ട് ചെയ്യണേ, സിമ്മിൽ വെച്ചിട്ട് വേണം കേട്ടോ ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്, അല്ലെങ്കിൽ ഉള്ളു വേവത്തില്ല. അതാണ് കുറഞ്ഞ തീയിൽ വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ. ഇതിൻ്റെ ഒരു വശം മൊരിഞ്ഞ് വരുമ്പോഴത്തേക്കും എണ്ണ മറിച്ചിട്ടോയി എന്ന് പറഞ്ഞൊരു സ്മെല്ല് വരും, അടുക്കള മൊത്തം. കരിഞ്ഞ മണമല്ല കേട്ടോ. അങ്ങനെ ഒരു വശം മൊരിഞ്ഞ കട്ട്ലേറ്റൊക്കെ വീണ്ടും മറിച്ചിട്ട് ചെറിയ തീയിൽ തന്നെ വീണ്ടും മൊരിച്ചെടുക്കാം കേട്ടോ. അങ്ങനെ നമ്മുടെ കട്ട്ലേറ്റുകളൊക്കെ എല്ലാം തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് മൊരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഒരു സെർവിങ് പ്ലേറ്റിൽ ടിഷ്യൂ പേപ്പർ നിരത്തി അതിലേക്ക് വറുത്ത് കോരിയിട്ടിട്ടുണ്ടെങ്കിൽ കുറച്ചൊക്കെ ഓയിലൊക്കെ അത് ഒബ്സർവ് ചെയ്തോളൂ കേട്ടോ. നമ്മുടെ ചെമ്മീൻ കട്ട്ലേറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ചിലർക്കെങ്കിലും ഒരു ശീലം ഉണ്ടാവും, മീൻ വറുത്ത എണ്ണയിൽ ചോറിട്ട് കുഴച്ച് തിന്നുന്നത് അല്ലേ. അതിനെക്കാട്ടിന് ഭയങ്കര ടേസ്റ്റ് കേട്ടോ ഈ കട്ട്ലേറ്റ് വറുത്ത എണ്ണയിൽ ചോറിട്ട് കുഴച്ച് തിന്നുന്നത്. അപ്പോൾ ഈ റെസിപ്പി ട്രൈ ചെയ്യുന്ന കൂട്ടത്തിൽ അതും കൂടി ഒന്ന് ചെയ്ത് നോക്കും കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.